അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നിസ്കാരം എന്നത്. എന്നാൽ പല ആളുകൾക്കും എന്താണ് നിസ്കാരത്തിൽ പറയുന്നത്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് അറിയാത്ത അനേകം ആളുകൾ ഉണ്ട്. അർത്ഥം അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നത് അതിന് വലിയ പുണ്യമുണ്ട്. മാത്രമല്ല, ആ നിസ്കാരമാണ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പറയുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ചാനലിൽ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെ സുപ്രധാനമായ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പ്രതിപാദിച്ചുകൊണ്ട് അവയിൽ വരുന്ന ദിക്റുകളുടെ അർത്ഥവും 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതുന്ന ചെറിയ സൂറത്തുകളും ആ സൂറത്തിന്റെ അർത്ഥവും ഇൻഷാ അല്ലാഹ് ഈ ചാനലിൽ ആരംഭിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇത്. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ ഈ ചാനലിൽ ഉണ്ടാകും. അതുകൊണ്ട് ആവശ്യമുള്ളവർ അത് കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഓരോ ഭാഗവും ഉണ്ടാവുക. ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വിലപ്പെട്ട സമയത്തിൽ നിന്ന് ചെറിയ ഒരു ഭാഗം മാത്രം വളരെ പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ അർത്ഥവും അതിലെ ദിക്റുകളുടെ അർത്ഥവും പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന അടിസ്ഥാനത്തിൽ 10 മിനിറ്റിൽ താഴെയുള്ള, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമുള്ള ക്ലിപ്പുകളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. ഇത് ആദ്യത്തെ ക്ലിപ്പായതുകൊണ്ട് ചിലപ്പോൾ അധികമുണ്ടാവാം. നിസ്കാരത്തിന്റെ ഫർള് മുതലാണ് ആരംഭിക്കുന്നത്. അതിന്റെ മുമ്പ് വുളൂ ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് ഇതിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല. വുളൂ എടുത്ത് വന്ന് ഔറത്തൊക്കെ മറച്ച് നിസ്കരിക്കാൻ തയ്യാറായ ഒരാൾ അയാളുടെ നിയ്യത്ത് മുതൽ, അഥവാ ഒന്നാമത്തെ ഫർള് മുതൽ നിസ്കാരത്തിന്റെ മുഴുവൻ ഫർളുകളും ചെറിയ വിവരണത്തോടു കൂടെ അവതരിപ്പിക്കുകയും അതിൽ വരുന്ന ദിക്റുകളുടെ അർത്ഥം വിവരിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിന്റെ ഫർളുകൾ 13 ഫർളുകളാണ്. ചില പണ്ഡിതന്മാർ നിസ്കാരത്തിന്റെ ഫർളുകൾ 14 അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ചില കിതാബുകളിൽ 17 ആണ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. ചില കിതാബുകളിൽ 15 എന്ന് പറഞ്ഞതായി കാണാം. ചില കിതാബുകളിൽ 18 ചില കിതാബുകളിൽ 19 ഒക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ വ്യത്യാസം? 13 ഫർളാണ് നിസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുമ്പോൾ തുമഇനീനത്ത് എന്നൊരു ഫർളുണ്ട്, അഥവാ അടങ്ങി താമസിക്കൽ. അടങ്ങി താമസിക്കേണ്ട സ്ഥലങ്ങൾ, അതിലിപ്പോ റുകൂയിൽ നിന്നും ഉയർന്നതിന് ശേഷമുള്ള ഇത്തിദാൽ, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഇവകളിൽ അടങ്ങി താമസിക്കണം എന്ന് പറഞ്ഞാൽ ആ ഇരുത്തത്തിലേക്ക് വരുമ്പോഴുണ്ടായ ആ ഇളക്കം നിന്നതിന് ശേഷമാണ് പിന്നീട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ തുമഇനീനത്ത് എന്നാണ് അതിന് പറയുക. ഇതിനെ ഫർളിനോട് താബിയായ ഒന്നായി കൂട്ടിയിട്ട്, അഥവാ തുമഇനീനത്ത് എന്നത് സ്വന്തമായി ഒരു ഫർളായി വെക്കാതെയാണ് 13 ഫർളുകൾ എന്ന് പറയുന്നത്. 14 ഫർളുകൾ എന്ന് പറയുന്ന ആളുകൾ ഈ തുമഇനീനത്തിനെ സ്വന്തമായി അത് 4 സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞ
ആ 4 സ്ഥലത്തും ഒരു ഫർളായി പരിഗണിക്കുമ്പോഴാണ് 14 ഫർള് ആകുന്നത്. തുമഅ്നീനത്തിനെ ഫർള് തന്നെ ആക്കാതെ ഓരോ ഫർളിലും അഥവാ റുകൂഇൽ തുമഅ്നീനത്ത് വേണം. അത് റുകൂഇ നിർബന്ധമായ കാര്യമാക്കുമ്പോഴാണ് 13 ഫർള് എന്ന് പറയുന്നത്. മൊത്തം തുമഅ്നീനത്ത് വേണ്ട 4 സ്ഥലം കൂടിയും കൂട്ടിയിട്ട് ഒരു ഫർളാക്കി മാറ്റുമ്പോഴാണ് 14 ആകുന്നത്. 15 എന്നെണ്ണിയ ചില ആളുകളുണ്ട്. അവര് നിയ്യത്തും തക്ബീറത്തും ഒരേ സമയത്താവണം. അതൊരു ഫർളായി കൂട്ടിയിട്ടാണ് 15 എന്ന് പറയുന്നത്. 17 എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് തുമഅ്നീനത്ത് 4 ഫർളില് വേണം. അതൊക്കെ വേറെ ഓരോ ഫർളിലുമുള്ള തുമഅ്നീനത്ത് സ്വന്തം ഫർളുകളാക്കി കൂട്ടുമ്പോഴാണ് അങ്ങനെ 17 ആകുന്നത്. 18 ഫർള് എന്ന് പറയുന്നവരുണ്ട്. അവരവസാനം ഒരു ഫർള് കൂടി ചേർക്കുന്നു. അതെന്താ? നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്ന സമയത്ത് ഞാൻ നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് കരുതാൻ അതൊരു ഫർളാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ ഫർളുകൾ 13 ഫർളുകളാണ്. ഈ 13-ൽ നേരത്തെ പറഞ്ഞതെല്ലാം ഉൾപ്പെടും. നിർബന്ധമായ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഈ 13 ഫർളുകളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ക്ലിപ്പുകളിൽ അതിന്റെ ബാക്കി വിശദീകരണം ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ചുരുക്കുകയാണ്. ഇത് കേൾക്കുന്ന ആളുകളോട് പ്രത്യേകമായി ഉണർത്താനുള്ളത്, നിസ്കാരത്തിന്റെ ഫർളുകൾ ആണ് ഇവിടെ വിവരിക്കുന്നത്. അതിന്റെ കൂടെ സുന്നത്തുകളും ആവശ്യമായ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിന്റെ അർത്ഥമറിയാത്ത ആളുകൾക്ക് അതിന്റെ അർത്ഥം പഠിപ്പിക്കലാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെല്ലാം ഇത് മുഴുവനുമായി കേൾക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സാധാരണക്കാരിലേക്ക് ഇത് കൈമാറുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.